കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഈ പ്രഭാതകാലത്തിൽ ഒരു മന്ന പോലെ തരുന്ന വചനം മറ്റുള്ളവർക്ക് പാഠമാകുവാൻ ഏഴായി അടിയന് കിട്ടിയ ഈ സന്ദർഭത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നോടൊപ്പം ദൈവവചനം പഠിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്യന്തമായ അനുഗ്രഹങ്ങളാൽ അവിടുന്ന് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട വചനം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 14-ാം വചനമാണ്. അതിപ്രകാരമാണ് വായിക്കുന്നത്: രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഈ വചനം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. കാരണം കർത്താവ് ശിഷ്യന്മാരുമായി ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ അവസാന നാളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതിൻ്റെ അടയാളം എന്തൊക്കെയായിരിക്കണമെന്ന് ആയിത്തീരുമെന്നും ചഞ്ചലപ്പെട്ട ശിഷ്യന്മാർക്ക് കർത്താവ് കുറേ ഉപദേശങ്ങൾ വീണ്ടും വരവിൻ്റെ സമയത്ത് അതിനോടനുബന്ധമായിട്ട് അതിനു മുമ്പ് ഒക്കെ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി സംസാരിക്കുന്ന പാഠഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം. അതിൻ്റെ പ്രാരംഭം മുതൽ യെരുശലേം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങുന്നത് തൊട്ട് ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ പറയുന്നത് അത് കഴിഞ്ഞുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 സുവിശേഷങ്ങളിലും കർത്താവ് യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ വ്യക്തമാക്കി തരുമ്പോൾ കർത്താവിൻ്റെ സമയം അവസാനം എപ്പോഴാണെന്നുള്ള ആ ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി തീരണം. സ്നേഹം തണുത്തുപോകും, വിശ്വാസമില്ലാതെയായി തീരും, ഭവനത്തിൽ തന്നെ ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷം ഉണ്ടാകും, ജാതിയോടും രാജ്യത്തോടും എതിർക്കും, യുദ്ധങ്ങൾ, ഭൂകമ്പങ്ങൾ, രോഗങ്ങൾ, ഇതെല്ലാം കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് പഠിപ്പിച്ചതിന് ശേഷം കർത്താവ് പറയുകയാണ് രാജ്യത്തിൻ്റെ സുവിശേഷം യേശു ക്രിസ്തുവിനെ ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ളതായ ഒരു വലിയ വ്യാപകമായ ഒരു ശ്രമം കർത്താവിൻ്റെ വരവിൻ്റെ സമയത്തുണ്ടാകും എന്ന് വളരെ വ്യക്തമാക്കുമ്പോൾ നമ്മൾ 2000 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതായ ഈ വചനത്തിൻ്റെ പ്രസക്തി എത്ര വിപുലമാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഇന്ന് മാധ്യമങ്ങൾ മുഖാന്തരം രാവിലെ തൊട്ട് രാത്രി വരെയും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനുള്ളതായ സാഹചര്യങ്ങൾ സകല ജനത്തിനും ലഭ്യമായിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ യുഗത്തിൽ നാം ആയിരിക്കുകയാണ്. എന്നാലും മറുവശം നാം ചിന്തിക്കുമ്പോൾ അക്ഷരാഭ്യാസമില്ലാതെ, സാങ്കേതിക വിദ്യകളുടെ സഹായമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ ചിതറിക്കിടക്കുന്ന അനേക ഇടങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ള കാര്യവും നാം മറന്നു പോകരുത്. അപ്പോഴേ ഈ രാജ്യത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാവരും സാക്ഷീകരിക്കുന്നതിലൂടെയാണ് മറ്റുള്ളവരറിയുന്നത്. നാം പ്രസംഗിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴേ കർത്താവിനെ പ്രസന്റ് ചെയ്യാനുള്ളതായ ആ ഒരു അനുഭവം ലഭ്യമാകാതിരിക്കുന്നവർക്ക് കിട്ടുവാൻ തക്കവണ്ണം നമ്മളുടെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിലൂടെ അത് സാധ്യമാക്കണം. അപ്പൊ കൊടുക്കുന്നതിലൂടെ കർത്താവിനെ അറിയിക്കുവാനുള്ളൊരു ഭാഗ്യവും നമുക്ക് ലഭ്യമാണ്. നമ്മൾ പോയി പറയുവാൻ കഴിയാത്ത ഇടത്ത് ദൈവത്തിൻ്റെ വചനം എത്തിക്കുവാൻ തക്കവണ്ണം സാഹചര്യങ്ങൾ ഒരുക്കുവാൻ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ നാമും അതിലൊരു പങ്കാളിയാകുവാൻ ദൈവം സഹായിക്കട്ടെ. രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭവിക്കുവാൻ തക്കവണ്ണം നാം ഒരു കണ്ണിയായി തീരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നമ്മളെ സമർപ്പിക്കാം. കർത്താവിൻ്റെ സുവിശേഷത്തിന് കൈത്താങ്ങ് കൊടുക്കുന്ന ഒരു വ്യക്തി ജീവിതമായി പരിണമിച്ച് കർത്താവിൻ്റെ സുവിശേഷം ഭൂലോകത്തിലൊക്കെ എത്തിക്കുന്ന അനുഭവത്തിൻ്റെ ഭാഗ്യം കിട്ടുവാൻ ദൈവം നമ്മയും എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ആ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രഭാതത്തിൽ വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളെ പകരുവാനിടയാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയപിതാവേ, അനുഗ്രഹമേറിയ ആ ആലോചനയ്ക്ക് അടിയങ്ങളെ സമർപ്പിക്കുന്നു. രാജ്യത്തിൻ്റെ സുവിശേഷം
സകല ജാതികളുടെയും ഇടയിൽ സാക്ഷ്യമാകുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്കും തന്നിരിക്കുന്ന ആ ആലോചനയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളും അതിലൊരു കണ്ണിയായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ദൈവമേ, വചനം കേട്ട എല്ലാവരുടെ മേലും അവിടുന്ന് ആശീർവാദം പകരണമേ. കർത്താവെ, സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ എത്രയോ പേര് കർത്താവെ കഴിയുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിൽ ക്യാമ്പുകളിൽ കഴിയുന്ന അനേകരുണ്ട്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ. കർത്താവെ, ആ മാനസികാവസ്ഥ അനുഭവിക്കുന്ന എല്ലാവരുടെ മേലെ അവിടുന്ന് സമാധാനം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യവും സമാധാനം അനുഭവിക്കുന്നവർക്ക് സമാധാനവും നൽകുന്ന ദൈവത്തിൻ്റെ ആ വരവിൻ്റെ സമയങ്ങളിൽ കർത്താവെ അവിടുത്തെ വചനത്തിൽ ഉറ്റുനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മാനവ മഹത്വം എടുക്കണം, വരവിനായിട്ട് ഒരുക്കണം. യേശുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.